ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്വാഗ് ഗെയിമിംഗ്. നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ്. എത്ര വർഷമായി കാണും? ഒരു 5-6 വർഷമായി കാണുമല്ലേ? എന്തോ സമയമായി. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയ ഗെയിമായിട്ടാണ്. ഗെയിമിൻ്റെ പേര് എന്ന് പറയുമ്പം റെട്രോ ഗരേജ് എന്നാണ്. അപ്പോൾ ഈ റെട്രോ ഗരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഇത് നമ്മുടെ ഒരു മെക്കാനിക്ക് വർക്ക്ഷോപ്പാണ് കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ വണ്ടികൾ മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇച്ചിരി നമ്മൾ തുടങ്ങി കണ്ട് ഇച്ചിരി നാളാകണം. നമുക്ക് ഇപ്പോഴേ ഒന്നും ചെയ്യാൻ പറ്റില്ല. മണ്ടയ്ക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മൾ ഡേ 2 ആയതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞാൽ നമുക്കൊരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും. വണ്ടി ഡ്രാഗ് റേസിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് പണികൾ വന്നിട്ടുണ്ട്. അതും മുട്ടൻ പണിയാണ്. ചെറിയ പണിയൊന്നും നമ്മളങ്ങനെ എടുക്കാറില്ല. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര് അറക്കലബു വർക്ക്ഷോപ്പ് എന്നാണ്. നമുക്കപ്പം വർക്ക്ഷോപ്പ് തുടങ്ങാം. സോ ഈ മൈക്കിൻ്റെ ഇതൊന്നും സ്ക്രീൻ റെക്കോർഡിനൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, അപ്പം ഇതൊരു പുള്ളി കണ്ടുണ്ട് ചേട്ടൻ. ഇറ്റ് വോണ്ട് സ്റ്റാർട്ട്, ഐ തിങ്ക് ദ സ്റ്റാർട്ടർ ഇസ് ഡെഡ് എന്ന് വെച്ചാൽ ആഹാ വല്ല വണ്ടിയുണ്ടേ. അവൻ്റെ വണ്ടി കൊണ്ട് അവൻ ചീത്തയായിട്ട് നമുക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുക. പിന്നെ നമ്മളെന്തിനാണ് വർക്ക്ഷോപ്പ് ഇട്ടേക്കുന്നത്? പണി ചെയ്യണ്ടേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പണിയെടുക്കാം. ഇവരവിടെ എന്തൊക്കെയോ ഇപ്പോഴും ഞാൻ ട്യൂട്ടോറിയലിൽ ഇരിക്കുക കേട്ടോ. കണ്ട് ഇവിടെ എല്ലാം ടിക്ക് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടറിൻ്റെ അവിടെ മാത്രം ടിക്കില്ല. സ്റ്റാർട്ടറിൻ്റെ പണി വേണമെന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എൻ്റെ കർത്താവേ, നശിപ്പിച്ച്. അപ്പം നമുക്ക് ഓക്കെ നമുക്കപ്പം ഈ പാർട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടർ. നമുക്ക് സ്റ്റാർട്ടർ റിമൂവ് ചെയ്യണം. ആദ്യം സ്ക്രൂ ഇടണം. സ്ക്രൂ ഊരി എന്നിട്ട് ഇതിനിങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യണം. സ്ക്രൂ ഇടാതെ തിരിച്ച് വണ്ടി കൊടുത്താൽ അവരെടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രൂ ഇട്ട് തന്നെ കൊടുക്കണം. അല്ലെ അവർ പോകുന്ന വഴി സ്റ്റാർട്ടർ അങ്ങ് ഊരിപ്പോവും. എങ്ങനെയുണ്ട് അവൻ്റെ വണ്ടി? അല്ലേലും ഈ പെമ്പിള്ളാർക്ക് വണ്ടി ഓടി അറിയത്തില്ല. ഞാൻ പറയാലോ, അല്ലേലും ഈ പെമ്പിള്ളാർക്ക് വണ്ടി ഓടി അറിയത്തില്ല. സമ്മൺ ബ്രോക്ക് മൈ വിൻഷീൽഡ്, വി നീഡ് ടു ഓർഡർ എ ന്യൂ വൺ ഫ്രം ദ കാറ്റലോഗ്. ആഹാ, അവൾ എന്നോട് ധിക്കരിക്കാൻ വന്നേക്കും. ആരാണ്ട് ഏതോ ശത്രുതയുള്ള ആളാണ് കേട്ടോ. വല്ലവനോടും ചെന്നിട്ട് ശത്രുതയൊക്കെ ആക്കിയിട്ട് എങ്ങനെയാ? നമ്മൾ പൈസ കൊടുത്ത് പുതിയ വിൻഷീൽഡ് മേടിക്കണം ഗൈസ്. എന്തോ ചെയ്യാനോ? നേണ്ട് വിൻഷീൽഡ്. യെസ്, പൈസ പോയി. വിൻഷീൽഡൊക്കെ വന്നു. ആരാണ്ട് പെണ്ണുമ്പോഴുള്ള വിൻഷീൽഡൊക്കെ അടിച്ചു പൊട്ടിച്ചു. ഓക്കെ ശരി എന്നാൽ. അടുത്ത പെണ്ണ് വേണം. അത് ചേട്ടനായിരുന്നു കേട്ടോ. താടി വെച്ച് ചേട്ടൻ ഇങ്ങനെ മുടിയൊക്കെ വളർത്തിയ ആൾക്കാരെന്ത് പറയും? ഉയ്യോടി, ചേട്ടൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോഴേ ഫ്രണ്ട് വീൽ അങ്ങ് ഊരിപ്പോയെന്ന്. ഐ കുഡ്ന്റ് ക്യാച്ച് ഇറ്റ്. പിന്നെ നീ വണ്ടി ഓടിക്കുമ്പോൾ നീ പിടിക്കാൻ പോയില്ലയോ? നല്ലതാ. ബാ അടുത്തവൻ. നല്ലതാ. നമുക്കപ്പോൾ പുതിയ ഇത് മേടിക്കണം. ഫ്രണ്ട് വീല് മേടിക്കണം. എന്തോ ചെയ്യാനാ നോക്കണേ. അയ്യോ നോ ലെസ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞൊരു ബംഗാളിനെയൊക്കെ പിടിച്ച് പണിക്ക് നിർത്താം. എനിക്ക് വയ്യ ഇവിടെ എപ്പോഴും പണിയെടുക്കാൻ. എന്നിട്ട് നമുക്ക് മുതലാളിയായി നടക്കാം. നല്ല വണ്ടിയല്ലേ ചേട്ടൻ? വിഷയം. അടുത്ത ചേച്ചി എന്നാ പറ്റി? കീ ഇട്ടിട്ടൊന്നും പറ്റുന്നില്ല. അല്ല അങ്ങനല്ല, എന്നാ പറ്റിയെന്നല്ല, കീ ഇട്ടിട്ട് ഒന്നും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. പുതിയൊരു വണ്ടി മേടിക്കുന്നത് നല്ലത്. ഇത് പാഞ്ചവാൻ്റെ കാലത്തെ വണ്ടിയും കൊണ്ട് വന്നിട്ട് നമുക്ക് പണി ഉണ്ടായിക്കൊള്ളുക. എൻ്റെ കർത്താവ്, എന്തൊക്കെയാണ് മാറണ്ടേ? കണ്ടോ ഈ റെഡെല്ലാം മാറണം. ബാറ്ററി മാറണം. ബാറ്ററിയുടെ കുറവാണ്. പിന്നെ ബാറ്ററി റീചാർജ് ചെയ്യണമെന്ന് തോന്നുന്നു. അല്ല, ബാറ്ററി മാറണം കേട്ടോ. നമുക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തോരം പൈസ പോകുന്നു ഇവർ കാരണം. ചേച്ചി ഇനി ഇങ്ങോട്ട് വരില്ലോ. ഇനി എടുക്കുകയാണെങ്കിൽ പുതിയൊരു വണ്ടി മേടിച്ചോളാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം തീർന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് കസ്റ്റമേഴ്സൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാം.
944 രൂപ പ്രോഫിറ്റ് ഉണ്ട്. വിഷയം. അപ്പോൾ ഗൈസ്, സ്വാഡ് ഗെയിമിംഗ് സൈനിങ് ഓഫ്. നമുക്ക് ഇന്ന് പോയിട്ട് നാളെ നമുക്ക് വർക്ക്ഷോപ്പ് പിന്നെയും തുറക്കാം. ഓക്കെ, ബൈ ഗൈസ്, ബൈ.